ഹലോ, ഞാനിതുകൊണ്ട് റെസിപ്പി കാണിച്ചു തരട്ടെ. അപ്പോൾ വാ. ആദ്യം നമ്മൾ ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കണേ. ഓയിലിലേക്ക് സബോള നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. ഞാനിപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ട് 2 ചെറിയ സബോള മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് വേഗം ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ആയിട്ടുണ്ട്. എനിക്ക് ഈ സബോള അങ്ങനെ പച്ചയ്ക്ക് കിടക്കുന്ന രീതിക്ക് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ മൊരിയിച്ചെടുക്കും. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ രീതിക്ക് വെച്ചോളൂ കേട്ടോ. അതിലേക്ക് ഒരു 2-3 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വലിയ തക്കാളി. പിന്നെ അതിലേക്ക് കുറച്ച് കരിവേപ്പിലും 2-3 പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നേരത്തെ നമ്മൾ ഉപ്പിട്ടതാണ്, നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇച്ചിരി ഗ്രേവി ആയിട്ട് ഇരുന്നോട്ടെ. എന്നിട്ട് അതൊന്ന് അടച്ച് ഒരു 10-15 മിനിറ്റ്, വേണ്ട 10 മിനിറ്റൊക്കെ മതി. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിക്ക്. അപ്പോൾ സിമ്മിലിട്ടിട്ട് വേണം വെക്കാൻ, അത് ആലോചിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. നല്ല ഗ്രേവി റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത്രയും സിമ്പിൾ ഫുഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ. ഇത് നമുക്ക് ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ തക്കാളി ചോറായിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആഹാ, അടിപൊളി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.